ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കൃഷ്ണന് ഭഗവാന് എന്താണ് നമ്മളോട് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഇത് കാണുന്ന എൻ്റെ വ്യൂവേഴ്സിന് എന്താണ് ഭഗവാൻ പറയാനുള്ളത് നോക്കാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് റെസണേറ്റ് ആവും. നോക്കാം എന്താണ് ഭഗവാന് പറയാനുള്ളതെന്ന്. ആദ്യമേ കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് കൺട്രോളിങ് ദ മൈൻഡ് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ മൈൻഡ് ഇങ്ങനെ എന്താ പറയുക, കാണുന്ന ഈ ഭൗതിക ലോകത്ത് കാണുന്ന ഓരോന്നിൻ്റെ പിറകെയും പോകും അല്ലേ. നമ്മൾ ഫിസിക്കലി നമ്മൾ കാണുന്ന ഓരോന്നിൻ്റെ പിറകെയും നമ്മൾ പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മൈൻഡിനെ നമുക്ക് കൺട്രോളാക്കാൻ സാധിക്കില്ല. ഭഗവാൻ പറയുന്നത് നമ്മൾ നമ്മുടെ മൈൻഡിനെ ആദ്യം കൺട്രോളിലാക്കുക. നമ്മൾ വേണം നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് ഭരിക്കേണ്ടത് എന്താണ്, നമ്മുടെ മൈൻഡിനെ നമ്മളാണ്. അല്ലാതെ മൈൻഡല്ല നമ്മളെ ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോകുന്നത് മൈൻഡല്ല. നമ്മുടെ മനസ്സ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവുമാണ്, ഏറ്റവും വലിയ മിത്രവുമാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെയാണ് അതിരിക്കുന്നത്. എങ്ങനെ നമുക്ക് കൺട്രോളാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, നമ്മുടെ മനസ്സിനെ ഓവർ തിങ്കിങ്ങിൽ നിന്ന് മാറ്റുക, നമുക്ക് എന്താണോ വേണ്ട കാര്യങ്ങളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് ഭഗവാൻ ആദ്യമായി തന്നേക്കുന്ന ആൻസർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ക്ലീൻനെസ് ആണ്. എന്താണ് ക്ലീൻനെസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഭഗവാൻ ഉദ്ദേശിക്കുന്നത് പ്യൂരിറ്റിയാണ്. നമുക്ക് നമ്മുടെ മനസ്സും പ്യൂരിറ്റി ചെയ്യണം, ക്ലീൻ ചെയ്യണം, നമ്മുടെ ശരീരവും ക്ലീൻ ചെയ്യണം. ഭഗവാനിലേക്ക് അടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സും നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യണം, നമ്മുടെ ശരീരവും ക്ലീൻ ചെയ്യണം. ശരീരം ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ കുളിച്ചിട്ട് നമ്മൾ ഭഗവാനിൽ പ്രാർത്ഥിച്ച് മെഡിറ്റേഷൻ ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിനെ ക്ലീൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. നമ്മുടെ മനസ്സിനെ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യണം? നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് നമ്മുടെ മെഡിറ്റേഷൻ കൊണ്ടും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഓരോ കർമ്മവും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് ക്ലീൻനെസ് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഏത് തന്നെയായാലും അതിൽ വിശ്വസിച്ചിട്ട് ഭഗവാനിൽ അല്ലെങ്കിൽ ആ ദൈവത്തിൽ വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് കാണുന്നത്. ഹരേ കൃഷ്ണ.